ഇതെന്ന് പറഞ്ഞാൽ XL6009 സ്റ്റെപ്പ് അപ്പ് ബൂസ്റ്റ് പവർ കൺവേർട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 3 to 32 വോൾട്ടേജ് വരെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. പക്ഷേ അപ്പം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 5 to 35 വോൾട്ടാണ്. എന്ന് പറഞ്ഞാൽ 3 വോൾട്ട് കൊടുത്താലും നമുക്കതിന് 35 വോൾട്ടിലോട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇൻപുട്ട് വോൾട്ടിനേക്കാൾ വളരെ കൂടുതലാണ് ഔട്ട്പുട്ട് വോൾട്ട്. ബൂസ്റ്റർ മോഡ്യൂളാണ്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് മാക്സിമം കറണ്ട് എന്ന് വെച്ചാൽ 3 ആംപിയർ വരെ നമുക്ക് വലിക്കാൻ പറ്റുള്ളൂ. പിന്നെ 3 ആംപിയറാണ് കൊടുക്കുന്നത്. ഈ ഏരിയയിലുണ്ടല്ലോ നമുക്കൊരു ഹീറ്റ് സിങ്ക് കണക്ട് ചെയ്യേണ്ടി വരും. ആ ഒരു ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞാൽ XL6009 ചിപ്പില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഹീറ്റ് സിങ്ക് ആണ്. ഞാൻ വേറൊരു മോഡ്യൂൾ കാണിച്ചു തരാം. ഈ മോഡ്യൂൾ ഞാൻ ഹീറ്റ് സിങ്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം ഹീറ്റ് സിങ്ക് ഫിക്സ് ചെയ്യുമ്പം അതിൻ്റെ ഹീറ്റ് സിങ്കിൻ്റെയും ആ ഒരു PCBയുടെ ഇടയിൽ തെർമൽ പേസ്റ്റും കൂടെ കൊടുക്കണം കേട്ടോ. പിന്നെ ഈ മോഡ്യൂളിൻ്റെ എഫിഷ്യൻസി 92%-നേക്കാൾ കൂടുതലാണ്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ 3 വോൾട്ടാണ് ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ മിനിമം ഇതിൻ്റെ ഔട്ട്പുട്ടിൽ 5 വോൾട്ട് ഉണ്ടാവും. ഇനി നമ്മൾ 10 വോൾട്ടാണ് കൊടുക്കണമെങ്കിൽ അപ്പോഴും മിനിമം 5 വോൾട്ട്. അതായത് ഈ മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന മിനിമം വോൾട്ടേജ് എന്ന് വെച്ചാൽ 5 വോൾട്ടാണ്. പിന്നെ 2 കണ്ടീഷനിലും മാക്സിമം വോൾട്ടേജ് 35 വോൾട്ട്. ഞാനിത് ലൈവായിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു 12 വോൾട്ടിൻ്റെ എലിമിനേറ്ററാണ് കൊടുക്കുന്നത്. കാരണം 12 വോൾട്ടിൻ്റെ എലിമിനേറ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 17 വോൾട്ട് വരുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ കപ്പാസിറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു 1.4 ടൈംസ് ആണ് വരുന്നത്. അപ്പോൾ ലോഡ് കൊടുക്കുമ്പോൾ അത് തിരിച്ച് 12 വോൾട്ട് 13 വോൾട്ടിൽ മാറും. കാരണം ഇതൊരു ട്രാൻസ്ഫോമർ പവർ സപ്ലൈ ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ ചെറിയൊരു വോൾട്ട് മീറ്റർ ഉണ്ട്. 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ഉപയോഗിച്ചുള്ള ചെറിയൊരു വോൾട്ട് മീറ്ററിൽ നമുക്കിത് കാണാൻ പറ്റും. എത്രയാണ് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഈ മൾട്ടിമീറ്ററിൽ കാണാനും പറ്റും. ഇതിൽ റെഡ് വയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻപുട്ടും ഓറഞ്ച് വയർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇൻപുട്ടും ആണേ. മോഡ്യൂള് ഫ്ലിക്കർ ചെയ്യുന്നതിന് കാരണം എന്തെന്ന് പറയുമ്പോൾ അതിൻ്റെ റിഫ്രഷ് റേറ്റ് ഭയങ്കര കുറവായതുകൊണ്ടാണ്. അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഈ ഫ്ലിക്കറിംഗ് ഇല്ല. കാരണം നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഫ്ലിക്കറിംഗ് കാണാൻ പറ്റില്ല. ഇത് ക്യാമറയിലായതുകൊണ്ടാണ് കിടന്ന് ഫ്ലിക്കർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. പിന്നെ എൻ്റെ നെക്സ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ ഈ സെയിം മോഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ലിഥിയം ബാറ്ററി ചാർജ് ചെയ്യാൻ നോക്കാം. എനിക്ക് ഉറപ്പൊന്നുമില്ല ചാർജ് ചെയ്യാൻ പറ്റുമോ ഇല്ല, എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്യും. അതുകൊണ്ട് എൻ്റെ ചാനലിനൊന്ന് ജസ്റ്റ് ട്യൂൺ ചെയ്തിട്ടേരെ, കാരണം ആ വീഡിയോ മിസ്സാവണ്ട. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കല്ലേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.